നമസ്കാരം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ തന്നെ മൊത്തത്തിലുള്ള ഔദ്യോഗികമായ ശബ്ദമായി മാറുകയാണ് കത്തോലിക്ക കോൺഗ്രസ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകം മുഴുവനുമുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവകാശ സംരക്ഷണ യാത്ര. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വലിയൊരു ജാഥ. നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന സന്ദേശം കേരളം മുഴുവൻ നൽകിക്കൊണ്ടുള്ള ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നേർക്കാഴ്ച ഇന്ന് ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയലച്ചനാണ്. അച്ഛനെ നമുക്ക് നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛ, സ്വാഗതം. ഒക്ടോബർ 13 അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആരംഭിക്കുന്നത്. എന്താണ് അച്ഛാ ഈ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതോടൊപ്പം തന്നെ നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തിനും അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സർക്കാരിനും നൽകുന്ന സന്ദേശം എന്താണ്? കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉടനീളം ഒരു യാത്ര നടത്തപ്പെടുകയാണ്. ഈ തിങ്കളാഴ്ച, അതായത് 13 തീയതി ഉച്ചകഴിഞ്ഞ് 3:30 കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പാണത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ളാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ ബിഷപ്പ് ലെഗേറ്റ് മാർ റെമീജി സിഞ്ചനേനി പിതാവ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ യാത്ര നയിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സാറാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകരും വിവിധ ഇടങ്ങളിൽ വമ്പിച്ച സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് നൽകാൻ പോകുന്നത്. ഇതിനോടകം പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെയധികം പോസിറ്റീവായ റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പരിശ്രമിച്ചതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇന്ന് ലഭിക്കുന്ന ഈ സ്വീകാര്യത. കാരണം കത്തോലിക്ക കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അവകാശങ്ങൾ ലഭിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അതുപോലെ സാധാരണക്കാരായ കർഷകരുടെ പ്രശ്നങ്ങളും സമൂഹ മധ്യത്തിലും ഗവൺമെന്റിന്റെ മുമ്പിലും അവതരിപ്പിക്കുവാൻ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന് മുമ്പ് ഇത് നടത്തുന്നത്? ഇലക്ഷന് മുമ്പ് മാത്രമല്ല, ഞങ്ങൾ പലതവണ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു കേരളത്തിലെ അതിജീവന യാത്ര നടത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഗവൺമെന്റ് തമസ്കരിച്ചതുകൊണ്ട് ഈ കേരളീയ പൊതുസമൂഹത്തിൽ ഒത്തിരിയേറെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വന്യജീവി ആക്രമണങ്ങളുടെ പരമ്പര തന്നെ ഇവിടെ ഉണ്ടായി. 2 വർഷം മുമ്പ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയം പൊതുജന സമൂഹത്തിനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. വന്യജീവി ആക്രമണത്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും അത് വളരെ നിസ്സാരവൽക്കരിക്കുകയും വളരെ ലാഘവ ബുദ്ധിയോടെ വനം വന്യജീവി വകുപ്പ് കാണുകയും ചെയ്തതുകൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ ജീവന് ഭീഷണി ഇവിടെ ഉണ്ടായി. അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. മാധ്യമങ്ങൾ അനുനിമിഷം അല്ലെങ്കിൽ അനുദിനം ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഈ ഇത്തവണത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യാത്ര, അതിന്റെ പേര് തന്നെ അവകാശ സംരക്ഷണ യാത്ര എന്നാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്? ഭരിക്കുന്ന ഗവൺമെന്റിനോടല്ലാതെ മറ്റാരോടാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യപ്പെടുവാൻ സാധിക്കുക? കാരണം ഭരിക്കുന്നവർക്കാണ് അധികാരമുള്ളത്, അവർക്കാണ് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നത്. ഈ ഭരണവർഗത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ അവഗണനകളും പുച്ഛത്തോടെയുള്ള നിലപാടുകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്.
ആദ്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം നീതി ഔദാര്യമല്ല, അവകാശമാണ്. ഈ നാട്ടിലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ലഭിക്കേണ്ടതുണ്ട്. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഒരുപോലെ ബാധകമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തിലെ മതേതരത്വ സ്വഭാവം, മതേതരത്വ ഭരണഘടന അത് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ നടപ്പിൽ വരുത്തണം. ഇവിടെ ഇന്ത്യൻ പൗരന് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കുവാനും ആ മതം പ്രാക്ടീസ് ചെയ്യുവാനും ആ മതം പ്രചരിപ്പിക്കുവാനും കൂടിയുള്ള അവകാശം, അനുവാദം ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 വളരെ വ്യക്തമാക്കിക്കൊണ്ട് അനുവദിക്കുന്നുണ്ട്. അതിന് വിരുദ്ധമായ ചില നിലപാടുകൾ സമീപകാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അതിന് ചിലരൊക്കെ ഇവിടെയും കുട പിടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അത് ശരിയല്ല. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും തുല്യ അവകാശമുള്ള പൗരന്മാരാണെന്നും അവരവർക്ക് അവരവരുടെ മതങ്ങൾ വിശ്വസിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനുള്ള അനുവാദമുണ്ട് എന്ന സത്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ യാത്രയിൽ എടുത്തു പറയും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണം ന്യൂനപക്ഷങ്ങൾക്ക് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പല അവകാശങ്ങളും കവർന്നെടുക്കുന്നതായി നമ്മൾ കാണുന്നു. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അത് ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നതല്ല, ഭരണഘടന അനുസരിച്ചുള്ള അവകാശമാണ്. അതിന്മേൽ കാലാകാലങ്ങളിൽ മാറി വരുന്ന ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കുതിര കയറാൻ അനുവാദമില്ല. അത് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഭിന്നശേഷി നിയമനങ്ങളുടെ പേര് പറഞ്ഞ് സാധാരണക്കാരായ അനേകം അധ്യാപകരുടെ ഏകദേശം 16,000-ഓളം അധ്യാപകരാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റുകളിലുള്ളത്. അവരുടെ നിയമനങ്ങൾ അംഗീകരിക്കാതെ വെച്ച് താമസിപ്പിക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭ്യുന്നത പിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ വളരെ നിഷേധാത്മകമായൊരു നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചത് എന്നത് ഞങ്ങൾക്കൊക്കെ വളരെയധികം വേദനയും നിരാശയും ജനിപ്പിക്കുന്നതായി. ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനോട് ഒരു കാര്യം പറയുമ്പോൾ അത് ചർച്ച ചെയ്യാൻ ഈ നിയമസഭയിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അഭ്യുന്നത പിതാക്കന്മാരോ സമുദായ നേതാക്കന്മാരോ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യം പ്രസക്തമായ കാര്യമാകുമ്പോൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തുകൂടാ? ഈ പറയുന്ന മത നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും വോട്ടിന് വിലയില്ലേ? നമ്മളൊക്കെ വോട്ട് ചെയ്താണ് ഇവരെയൊക്കെ വിജയിപ്പിച്ചത്. അത് വിജയത്തിലേറി കഴിയുമ്പോൾ, വിജയിച്ചു കഴിയുമ്പോൾ, അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ വളരെ സൗകര്യപൂർവ്വം മറക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ക്രൈസ്തവരായ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ, അവരുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുവാൻ വേണ്ടി ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ സ്ഥാപിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും ഇതുവരെ പൂർണ്ണമായ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് സംശയാസ്പദമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും ഓരോ തവണയും അതായത് വളരെയധികം ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ 13-ാം തീയതി ആരംഭിക്കാൻ പോകുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ തന്നെ ശക്തമായ ഒരു സാമുദായിക സംഘടന കൂടെ ആണ്. ഈ ഒരു യാത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പാമ്പ്ളാനി പിതാവാണ്. ഒപ്പം താമരശ്ശേരി രൂപതയുടെ റെമിജസ് പിതാവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എത്രത്തോളം ആളുകൾ ഈ ഒരു ജാഥയിൽ ഉണ്ടാകും, അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പൂർണ്ണമായ സപ്പോർട്ട് ഈ ഒരു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഉണ്ടാകുമോ? തീർച്ചയായും സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അപ്പൊ ഈ കത്തോലിക്ക കോൺഗ്രസിലെ അഭ്യുന്നത പിതാക്കന്മാരുടെ സാന്നിധ്യം തന്നെ ഈ സഭയുടെ പിന്തുണയാണ് കാണിക്കുന്നത്. ഈ സീറോ മലബാർ സഭയുടെ സഭാ സിനഡാണ് അതിന്റെ പരമാധികാര സമിതി. സഭാ സിനഡാണ് കത്തോലിക്ക കോൺഗ്രസിന്റെയും അവസാന വാക്ക്.
ഈ സഭാ സിനഡിന്റെ പ്രതിനിധിയാണ് അഭിമന്യ മാർ റെമീജിയസ് സിഞ്ചനാനി പിതാവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബിഷപ്പ് ലെഗേറ്റ് എന്ന് ഞാൻ ആദ്യം അഭിസംബോധന ചെയ്തത്. അദ്ദേഹമാണ് ഇതിന്റെ ബിഷപ്പ് ലെഗേറ്റ് സിറോ മലബാർ സിനഡിന് വേണ്ടി ഈ സംഘടനയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ബിഷപ്പ് ലെഗേറ്റിനോട് ചേർന്നാണ് ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഞാനും പ്രവർത്തിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായ സംഘടനയിൽ അൽമായരും വൈദികരും മെത്രാന്മാരും എല്ലാവരും അംഗങ്ങളാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചോറമ്പിൽ സാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ജാഥ നയിക്കപ്പെടുന്നത്. ഈ യാത്രയിൽ സ്ഥിരാംഗങ്ങളായി 30ഓളം പേരുണ്ട്. ഈ സ്ഥിരാംഗങ്ങൾക്ക് പുറമെ ഓരോ സ്ഥലത്തു നിന്നും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളെ സംഘടിപ്പിച്ചുള്ള പൊതുസമ്മേളനങ്ങളും റാലികളും അതാത് സ്ഥലങ്ങളിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ രൂപതയുടെ നേതൃത്വത്തിലാണ്. ഉദാഹരണത്തിന് 13-ാം തീയതി ഉച്ച കഴിഞ്ഞ് പാണത്തൂര് 10,000-ഓളം ആളുകളാണ് അവിടെ സംഘടിക്കാൻ പോകുന്നത്. അത് സമീപത്തുള്ള 3-4 ഫൊറോനകളിലുള്ള എല്ലാ യൂണിറ്റുകളും 50-55 യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങൾ അവിടെ വരും. അഭിനയ പിതാക്കന്മാർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ വരികയും ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തുകയും ചെയ്യും. കാരണം ഇത് പൊതുജനത്തിന്റെ വിഷയമാണ്, ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല. കാർഷിക വിലകളുടെ വിലയിടിവ് എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല, കർഷകരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ വിഷയമാണ്. ഇപ്പൊ റബ്ബർ കർഷകരുടെ വിഷയം പറയുമ്പോൾ ഈ ഗവൺമെന്റ് തന്നെ അവരുടെ പ്രകടന പത്രികയിൽ ആരും പറയാതെ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാണ് 250 രൂപ തറവില കൊടുക്കുമെന്ന്. അത് അവരുടെ എക്സ്പെർട്ട് കമ്മിറ്റികൾ വളരെയധികം കൂലങ്കഷമായിട്ട് പഠിച്ചിട്ട് സാധാരണ റബ്ബർ കർഷകന് നഷ്ടമില്ലാതെ ജീവിക്കാൻ ആവശ്യത്തിനുള്ള തുക കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 250 രൂപയിലും വേണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ആ ഒരു വാഗ്ദാനം പോലും നാളിതുവരെ 2 ഊഴം ലഭിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിന് നടപ്പിൽ വരുത്തുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കർഷക ദ്രോഹ നയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുമ്പ് വെച്ചാൽ ഈ യാത്രയുടെ ഒരു റൂട്ട് മാപ്പ് അതെങ്ങനെയായിരിക്കും? അതായത് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇതിന് സ്വീകരണം ഉണ്ടാവും, എത്രത്തിലാണ് ഇതിൻ്റെ യാത്ര സംഘടിപ്പിക്കുന്നത്, പ്രതിഷേധ യോഗങ്ങൾ അല്ലെങ്കിൽ അവകാശ സംരക്ഷണ യോഗങ്ങൾ ഏതെല്ലാം സെൻറ്ററുകൾ ഉണ്ടാകും, എങ്ങനെയാണ് ഈ ഒരു 13 മുതൽ 24 വരെയുള്ള ആ ദിവസങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ആരംഭത്തിലൊന്ന് പ്രാരംഭമായും പറയാവും? ഞാൻ ചുരുക്കത്തിൽ പറയാം, ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒത്തിരിയേറെ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞാൽ മതി. 13-ാം തീയതി പാണത്തൂർ എന്ന സ്ഥലത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ 14-ാം തീയതി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ചിറ്റാരിക്കാൽ എന്ന പ്രദേശത്ത് 10,000-ഓളം ആളുകൾ വീണ്ടും അവിടെ സംഘടിക്കുകയും ഒരു റാലി നടത്തുകയും ചെയ്യും. അതിനുശേഷം തുടർന്ന് കണ്ണൂർ ഡിസ്ട്രിക്റ്റില് ആലക്കോടിനടുത്തുള്ള തേർത്തല്ലി എന്ന പ്രദേശത്ത് ഈ ജാഥയ്ക്ക് സ്വീകരണവും സമ്മേളനവും ഉണ്ട്. അതിനുശേഷം ജാഥ തുടർന്ന് ചെമ്പേരി എന്ന സ്ഥലത്തേക്ക്, കുടിയേറ്റ ഗ്രാമമായ കേന്ദ്രമായ ചെമ്പേരിയിലേക്ക് തുടർന്ന് പോകുന്നതാണ്. അതിനുശേഷം ഉളിക്കൽ പ്രദേശത്ത് എത്തിച്ചേരും. ഉളിക്കൽ എന്ന് പറയുന്നത് ഇരിട്ടി അടുത്തുള്ള സ്ഥലമാണ്. അവിടെ പോകാനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള 400 kV ലൈൻ കടന്നു പോകുന്ന ഒരു മേഖലയാണത്. അവിടെയുള്ള അനേകം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തത് കൊണ്ട് അവരൊക്കെ ആക്ഷൻ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ആവശ്യത്തിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല എന്ന് അവർക്കൊക്കെ പരാതിയുണ്ട്. പലതവണ ചർച്ചകൾ നടത്തിയിട്ടും ഗവൺമെന്റ് കർഷകർക്ക് അവർക്ക് ചേർന്ന വിധത്തിലുള്ള ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാര പാക്കേജ് ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഉളിക്കൽ പ്രദേശത്ത് പ്രത്യേകം കടന്നു പോകുന്നു. അവിടെ അനേകം ആളുകൾ പങ്കെടുക്കും. അവിടെ അതിനുശേഷം പോകുന്നത് ഇരിട്ടിക്ക് അടുത്തുള്ള പേരാവൂർ എന്ന പ്രദേശം. പേരാവൂർ വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. 10,000-കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത്. അഭിനന്യമാർ റെമീജിയസ് പിതാവും അഭിനന്യമാർ ജോസഫ് പാംബ്ലാനി പിതാവും അവിടെയുണ്ട്. അനേകം നേതാക്കന്മാർ അവിടെ വരുന്നുണ്ട്. വലിയ റാലിയും സമ്മേളനവും അവിടെ നടത്തും. അങ്ങനെ ആണ് കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ളത്. അതിനുശേഷം മാനന്തവാടി രൂപതയിലേക്ക് കടക്കുമ്പോൾ വയനാട് ജില്ലയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ, മാനന്തവാടിയിൽ, ബത്തേരിയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താമരശ്ശേരിയിൽ, കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ ജില്ലയും കടന്ന് 24-ാം
പ്രധാനമായും മലയോര പ്രദേശങ്ങളിലൂടെ ആയിരിക്കുമോ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്? മലയോര പ്രദേശങ്ങളുണ്ട്, ടൗൺ പ്രദേശങ്ങളുണ്ട്. എറണാകുളം ജില്ലയിലെ കാലടിയിൽ നമ്മൾ പോകുന്നുണ്ട്, അതുപോലെ തൃശ്ശൂർ നഗരത്തിലുണ്ട്, ഇരിങ്ങാലക്കുടയുണ്ട്. അപ്പം മലയോര പ്രദേശങ്ങൾ മാത്രമല്ല, ടൗൺ പ്രദേശങ്ങളും ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. എങ്കിലും കൂടുതൽ കർഷകരുടെ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ യാത്ര സഞ്ചരിക്കുന്നത്. ഇടുക്കിയിലെ കർഷക കേന്ദ്രങ്ങളോട് നമ്മൾ പോകുന്നു. കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു അവകാശ സംരക്ഷണ റാലിയോട് കേരളത്തിലെ ക്രൈസ്തവ മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് സീറോ മലബാറിലെ മറ്റ് സംഘടനകൾ ഇതിന് പിന്തുണയുമായി ഉണ്ടോ? തീർച്ചയായും എല്ലാ സംഘടനകളെയും ചേർത്ത് നിർത്തിയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. തലശ്ശേരി അതിരൂപതയിൽ അഭിനന്ദ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ ഒരു ഇടയലേഖനം തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് പിതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക കോൺഗ്രസ് ഒരു അംബർല സംഘടന പോലെ ഇതിന് നേതൃത്വം നൽകുന്നു. എല്ലാ സംഘടനകളും ചേർന്ന് സഹകരിച്ച് എല്ലാവരും ഒരുമിച്ച് വേണം പ്രവർത്തിക്കാമെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഇത് വിവിധ രൂപതകളിലെ അഭിനന്ദ പിതാക്കന്മാര് അതേ രീതിയിൽ ആഹ്വാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയങ്ങളിലേക്ക് ഒരു നേതൃത്വം കത്തോലിക്ക കോൺഗ്രസ് എടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക കോൺഗ്രസ് ആണ് സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടന. ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ സാമുദായിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ സഭയ്ക്ക് വേണ്ടി ഈ സംഘടനയാണ്, ഈ സമുദായ സംഘടനയാണ് ശബ്ദിക്കേണ്ടത്, കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെച്ചാൽ ഈ ഒരു യാത്രയുടെ ലക്ഷ്യത്തിൽ, അതായത് ജനകീയ ആവശ്യങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന അവഗണനയും ഇരട്ടത്താപ്പും എന്ന് പ്രത്യേകം എനിക്കൊന്ന് കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു ജാഥയുടെ ലക്ഷ്യം എന്നുള്ളത്. എന്താണ് നമ്മുടെ ഈ ഒരു കേരളത്തിലെ 3 മുന്നണികളും, പ്രധാനപ്പെട്ട 3 മുന്നണികളും ക്രൈസ്തവരുടെ ആവശ്യങ്ങളോട് സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് അതെന്തൊക്കെയാണ്? ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഭരണം ലഭിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവരുടെ സഹായം എല്ലാവർക്കും വേണം. ഭരണം തുടങ്ങിക്കഴിയുമ്പോൾ വളരെ സൗകര്യപൂർവ്വം പല കാര്യങ്ങളിലും ക്രൈസ്തവരെ അവഗണിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ അനുഭവം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല. കത്തോലിക്ക കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ ഭാഗമോ വലതുപക്ഷത്തിന്റെ ഭാഗമോ BJPയുടെ ഭാഗമോ അല്ല. കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. പക്ഷേ പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. എന്താണ് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത്? ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം വന്നു. ഈ വിദ്യാഭ്യാസ നിയമനങ്ങളുടെ കാര്യം വന്നപ്പോൾ അത് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അവിടെ ഞങ്ങൾ ഇടതുപക്ഷത്തിനോട് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കുകയില്ല. ഇനി വലതുപക്ഷമായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ അവരാണ് ഇപ്രകാരം ഒരു നയം സ്വീകരിക്കുന്നത്, അവരോട് ഞങ്ങൾ തുറന്നു പറയും, അതിന് യാതൊരു മടിയുമില്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അടിമകളല്ല കത്തോലിക്കര്. അതിൻ്റെ അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിക്കാം. പക്ഷേ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവരെ ഈ സമുദായ സംഘടന തിരിച്ചറിയുകയും അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യും എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതേസമയം സമുദായത്തിന്റെ താല്പര്യങ്ങളെ ബോധപൂർവം അവഗണിക്കുന്നവരെ അവരെ ഞങ്ങളും അവഗണിക്കുമെന്ന് പറയാനുള്ള ആർജവവും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അച്ഛൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് പരിഹാരമാണ്, ശാശ്വതമായ ഒരു പരിഹാരമാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വനം വകുപ്പിൻ്റെ തെറ്റായ ചില നടപടികളും എന്ന് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ശാശ്വതമായ പരിഹാരവും ഈ ഒരു വനം വകുപ്പിൻ്റെ തെറ്റായ നടപടികളും ഏതൊക്കെയാണ്? വനം വകുപ്പിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വന്യജീവികൾ വനത്തിൽ തന്നെ നിർത്തുവാനുള്ള സ്ഥിരമായ സംവിധാനം ഈ നാട്ടിൽ സംജാതമാക്കണം. അതിൻ്റെ ചെലവുകൾ ഗവൺമെൻറ് കണ്ടെത്തണം. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മളിപ്പോൾ അതിർത്തി രാജ്യങ്ങളിൽ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അതിശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. പട്ടാളക്കാർ തോക്കും പിടിച്ച് അവിടെ റോന്തി കയറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മുള്ളുവേലികളുണ്ട്. എന്തിനാണത്? നമ്മുടെ രാജ്യത്തെ അതിർത്തികളിൽ സംരക്ഷിച്ചാലേ നമ്മുടെ രാജ്യത്തിലുള്ള പൗരന്മാർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ്റിൻ്റെ. എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒരു കാരണവശാലും വന്യമൃഗങ്ങൾ കടന്നു വരുവാനോ ആക്രമിക്കുവാനോ ഇടവരാത്ത വിധത്തിൽ ഗവൺമെൻറ് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വേണ്ടി വന്നാൽ ഫോറസ്റ്റുകൾക്ക് സമീപം വേലിക്കെട്ടുകൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്, ആനമതിലുകൾ സ്ഥാപിക്കണം. പക്ഷെ പലയിടത്തും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ ഉദാസീനതയുണ്ട്. അതല്ലെങ്കിൽ
ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആളുകളെ ആക്രമിച്ചാൽ അതിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ബില്ല് പാസ്സാക്കാനുള്ള ശ്രമം നടത്തി, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് അത്തരം കാര്യങ്ങൾ ഇത്രയും താമസിക്കേണ്ടിയിരുന്നില്ല, നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എങ്കിലും സാരമില്ല, അത് അത്തരം നടപടികൾ എടുത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൗരന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നടപടികൾ ഇനിയും തുടരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും വന്യജീവികളുടെ ആക്രമണം മൂലം മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ അവർക്ക് കൃത്യമായി നഷ്ടപരിഹാരം നൽകണം. നാമമാത്രമായ ഒരു പൈസ കൊടുത്ത് അവരെ പറ്റിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ള, ഇനി ആരെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയാൽ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു കാര്യത്തിൽ വെച്ചാൽ നേരത്തെ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നിയമസഭ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിയമം പാസ്സാക്കിയത്. ഇനി അത് രാഷ്ട്രപതി ഒപ്പിടാനായിട്ട് അത് പോവുകയാണ്. രാഷ്ട്രപതി അത് ഒപ്പിട്ടാൽ അത് നിയമമായി മാറും. അപ്പോൾ അത് ഈ ഒരു ശാശ്വത പരിഹാരം, നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ട ആ ശാശ്വത പരിഹാരത്തിൽ ആകുമോ ഈ ഒരു ബില്ല്? ആ ബില്ലിനെ നമ്മൾ ശരിക്കും നിശ്ചിതമായിട്ട് അവധാനപൂർവ്വം പഠിക്കേണ്ടതുണ്ട്. ഒരു വന്യജീവി ഇറങ്ങി നാശനഷ്ടം ഉണ്ടാക്കിയാൽ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ ആർക്കാണ് അവകാശമുള്ളത്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അദ്ദേഹത്തെ വിവരം അറിയിച്ച് അനുവാദം കൊണ്ട് വരുമ്പോഴത്തേനും ഈ വന്യജീവി പരമാവധി ആളുകളെ കൊല്ലുകയും അതുപോലെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിയമത്തിന്റെ നൂലാവാലകളിൽ പെടാതെ വളരെ സുതാര്യമായ നിയമങ്ങളാണ് ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടത്. ഒരു കാട്ടുപന്നി ഒരു കർഷകനെ ആക്രമിച്ചാൽ ആ കാട്ടുപന്നിയെ തൽക്ഷണം കർഷകന് വെടിവെച്ച് കൊല്ലുവാനുള്ള അവകാശം കൊടുക്കണമെന്നാണ് നമുക്ക് പറയുന്നത്. അതുമാത്രമല്ല, വെടിവെച്ച് കൊന്ന് ഈ കാട്ടുപന്നിയെ പിന്നെ കുഴിച്ചിടണം എന്ന് പറയുന്നത് എന്താ കാര്യം? ആ കാട്ടുപന്നിയെ ഭക്ഷിക്കാനുള്ള സംവിധാനം ആർക്കെങ്കിലും താല്പര്യം കൊടുക്കണം, നഷ്ടം വരുത്തരുത്. ഗവൺമെന്റ് അതിനുള്ള വഴി കണ്ടെത്തരുത്, അതിന്റെ പൈസ ഗവൺമെന്റ് എടുത്തോട്ടെ. പക്ഷേ നമ്മൾ നീതിക്ക് നിരക്കുന്ന അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ഈ നാട്ടിലെ ഒരു ലോക്കൽ പ്രദേശത്ത് നടക്കുന്ന സംഭവത്തിന് തിരുവനന്തപുരത്ത് പോയി അനുവാദം മേടിക്കുന്ന നടക്കുന്ന കാര്യമല്ല. കളക്ടറെ കണ്ട് അനുവാദം മേടിച്ചുകൊണ്ട് വരാൻ കാലതാമസം എടുക്കും. ഓരോ പഞ്ചായത്തിലും അതിൻ്റെ സംവിധാനം ചെയ്യാം. കർഷകന്റെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ കർഷകന് തന്നെ അകറ്റുവാനുള്ള വഴികൾ ഇവിടെ ഉണ്ടാക്കണം. അതിനുള്ള സംവിധാനം ചെയ്യണം. ആര് പോയി കാട്ടിൽ കയറി കാട്ടുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തി അതിന്റെ മാംസം ഭക്ഷിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അത് ഗവൺമെന്റ് തീർച്ചയായിട്ടും എതിർക്കണം. പക്ഷേ ഈ ജനവാസ കേന്ദ്രത്തില് ജനങ്ങൾക്കാണ് പ്രാധാന്യം. ജനത്തിന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കണം. ആ ഒരു വിഷയത്തിൽ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ജീവി അത് നാട്ടിലിറങ്ങി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചാൽ അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിച്ചാൽ മാത്രമാണ് അതിനെ ആക്രമിക്കാനും തിരിച്ചു വെടിവെച്ച് കൊല്ലുവാനുമുള്ള നടപടികൾക്കായിട്ട് ഈ ബില്ല് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോഴും ഈ കാട്ടിൽ കിടക്കുന്ന കാട്ടുമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്കൊന്നും ലഭ്യമല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആ മൃഗത്തെ കൊന്നതുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ട് മനുഷ്യജീവൻ ഇപ്പോഴും വില കൽപ്പിക്കാത്തൊരവസ്ഥയില്ലേ? തീർച്ചയായും ഒരു കാട്ടുമൃഗം വന്നിട്ട് അത് അടുത്ത നിമിഷത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് മനുഷ്യനുള്ള പോലെ വിശേഷ ബുദ്ധിയില്ല. അവൻ ചിലപ്പോൾ ഉപദ്രവിക്കാൻ, ചിലപ്പോൾ ഉപദ്രവിക്കാതെ വിട്ടേക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഈ സമീപ പ്രദേശത്ത് ഒരു കടുവയോ പുലിയോ കണ്ടിറങ്ങി ഒരാൾ പാഞ്ഞ് മരത്തിൽ കയറിയിരുന്നു. ഭാഗ്യത്തിന് ഈ കടുവ ആക്രമിച്ചില്ല. കാരണം കടുവ അതിന് മുമ്പ് കാട്ടുപന്നിയെ കണ്ട് കൊന്നു തിന്ന് വിശപ്പ് മാറി ഇരിക്കുകയായിരുന്നു. ഇനി അതിന് വിശക്കുന്നുണ്ടായിരുന്നു ഈ മനുഷ്യനെ ഭക്ഷിക്കുമായിരുന്നു എന്നുള്ള വലിയ വിപത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ കാട്ടുമൃഗങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഊഹിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യര്, വളരെ പ്രത്യേകിച്ചും വിശേഷ ബുദ്ധിയുള്ള സാമാജികരും മന്ത്രിമാരും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒപ്പം അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. എനിക്കൊന്ന് വർഷങ്ങൾ ആവുന്നു JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് പിതാക്കന്മാരും കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സമുദായ സംഘടനകളുമെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിമാരുടെ ടേബിളിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ നിന്ന് അനങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്നത് ഈ ഒരു കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഒരു അവകാശ സംരക്ഷണ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമാണ്. എന്തുകൊണ്ടാണ് ഇത് പുറം ലോകം കാണാത്തത്? ഇതിന് പിന്നിലെ രാഷ്ട്രീയ
ലക്ഷ്യം എന്താണ്? JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അത് വളരെ ശാസ്ത്രീയമായി പഠിച്ച് അവതരിപ്പിച്ച റിപ്പോർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് JB കോശി സാറിനെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ പോയി കാണുകയും നിവേദനം കൊടുക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന്, എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ക്രൈസ്തവരെ അനുഭവിക്കുന്ന വിവിധങ്ങളായ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് ശാസ്ത്രീയമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അദ്ദേഹം മാത്രമല്ല, ആ കൂട്ടത്തിൽ റിട്ടയർഡ് DGP ഉണ്ടായിരുന്നു, ഒരു IAS കാരനുണ്ടായിരുന്നു. അവരൊക്കെ വളരെ പരിണിതപ്രജ്ഞരായ ആളുകളായിരുന്നു. അവർ സമർപ്പിച്ച ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇതുവരെ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ആരുടെയൊക്കെയോ തൽപര കക്ഷികളുടെ പ്രവർത്തനമുണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? ആ കാര്യം ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രൈസ്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, മറ്റു തരത്തിലുള്ള പിന്നോക്കാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അവരെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സംവരണത്തിന്റെ കാര്യം പറഞ്ഞാൽ, എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ സാമ്പത്തികമായ സംവരണമാണ് ശരിക്കും ഇവിടെ വേണ്ടത്. ഈ ജാതി മതത്തിന്റെ ഒക്കെ പേരിലുള്ള സംവരണത്തെക്കാൾ സാമ്പത്തികമായി ഏത് ജാതിയിൽപ്പെട്ടവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർക്ക് സംവരണം കൊടുക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ നമ്മൾ ഇപ്പോഴും പഴയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന അവഗണിക്കപ്പെടുന്ന ആളുകൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ സംരക്ഷിക്കണം. കത്തോലിക്ക കോൺഗ്രസിന്റെ ആളുകൾ ക്രൈസ്തവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഒരിക്കലും അത് മറ്റുള്ളവർക്കെതിരല്ല. മറ്റ് ആളുകൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അസൂയയോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് ലഭിക്കട്ടെ. പക്ഷേ ന്യൂനപക്ഷങ്ങളായി ക്രൈസ്തവർക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കണം. അത് തമസ്കരിച്ചുകൊണ്ട് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായി കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്രതിഷേധവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. തിരിച്ചു വ്യത്യാസം നമ്മൾ കാണിക്കാൻ പാടില്ല. ഒരു വീട്ടില് 7 കുട്ടികളുണ്ടെങ്കിൽ ആ 7 കുട്ടികളോട് മാതാപിതാക്കളെ ഒരുപോലെ സ്നേഹം കാണിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത് തിരിച്ചു വ്യത്യാസമായി പോകും. എന്ന് പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കണം. അതിൽ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഗവൺമെന്റ് ഒരു കൈ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ അവഗണനയും അതോടൊപ്പം തന്നെ കടന്നുകയറ്റവും, സർക്കാരിൻ്റെ കടന്നുകയറ്റവും അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഏത് തരത്തിലുള്ള അവഗണനയും അല്ലെങ്കിൽ കടന്നുകയറ്റവുമാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്, ഈ കേരള സർക്കാരിന് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ, ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് വന്നാൽ അതിൻ്റെ അടുത്ത വൈസ് ചെയർമാൻ സ്ഥാനം മറ്റൊരു ന്യൂനപക്ഷത്തിൽ നിന്നായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഇതിൻ്റെ ചെയർമാനെങ്കിൽ വൈസ് ചെയർമാൻ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ നിന്ന് മറ്റൊരു ന്യൂനപക്ഷത്തിൽ നിന്നായിരിക്കണം. ഈ നിയമം അടുത്ത കാലത്ത് മാറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ ക്രൈസ്തവർക്ക് ഈ ചെയർമാൻഷിപ്പ് കൊടുക്കുന്നില്ല? മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. നമുക്ക് ഒരിക്കലും ലഭിക്കാത്തൊരു സ്ഥിതി ഇവിടെയുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മന്ത്രി തന്നെ അത് തീരുമാനിക്കുകയും ഒരേ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ നീതി നടപ്പിലാകുന്നില്ല എന്നത് തുറന്നു പറയേണ്ടത്. അത് മറ്റൊരു വിഭാഗത്തിന് എതിരായിട്ടുള്ളതല്ല, ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാകാതെ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുന്നവരാകണമെന്നാണ് ക്രൈസ്തവരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഇന്നത്തെ പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി, ന്യൂനപക്ഷ കമ്മീഷനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, ഏത് വിഭാഗക്കാരൊക്കെയാണ് അംഗങ്ങൾ, അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഈ നാട്ടിലെ ഗവൺമെന്റിന് അവരുടെ ചെലവിൽ സ്കൂളുകൾ സ്ഥാപിച്ച് ഈ നാട്ടിലെ പൗരന്മാർക്ക്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ഗവൺമെന്റിന് തന്നെ സാധിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഈ ന്യൂനപക്ഷങ്ങളിലെ ആളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന അവകാശം കൂടിയാണ് ന്യൂനപക്ഷങ്ങളിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്
അവർക്ക് വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കാൻ ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്കുള്ള അവകാശം, അത് ഭരണഘടനാപരമായി ലഭിച്ചിരിക്കുന്ന അവകാശമാണ്. ആ അവകാശം ഗവൺമെന്റ് പല കാരണങ്ങൾ പറഞ്ഞ് കവർന്നെടുക്കുന്നതായി നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാണുന്നു. വളരെ നാമമാത്രമായ ഒരു തുകയാണ് ഈ ബിൽഡിങ്ങുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ടൊന്നും ഇവിടെ ഒരു ബിൽഡിങ് നമുക്ക് ഉണ്ടാക്കാനോ അത് സംരക്ഷിക്കാനോ സാധിക്കുകയില്ല. മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നൊക്കെ പറയുന്നത് എത്രയാണ് നിങ്ങൾ അന്വേഷിച്ചറിയാം. വളരെ വളരെ മീഗറായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അതുപോലെ അധ്യാപക നിയമനത്തിന്റെ വിഷയങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രതിനിധി അടക്കമുള്ളവരിരുന്നാണ് ഈ അധ്യാപക നിയമനം നടത്തുന്നത്. അതുമാത്രമല്ല, ഈ സമീപ കാലഘട്ടത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇത്ര ശതമാനം നിയമനം കൊടുക്കണമെന്ന ഒരു കോടതി വിധി ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഗവൺമെന്റാണ് ആ ലിസ്റ്റ് തരേണ്ടത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അർഹരായ ആളുകളുടെ ലിസ്റ്റ് ഗവൺമെന്റ് തരാതെ മറ്റുള്ളവരുടെ നിയമനം കൂടി തടയുന്നതിലുള്ള അനീതിയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. 16,000-ഓളം അധ്യാപകരുടെ നിയമനങ്ങൾ ഈ കേരള സംസ്ഥാനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ നിന്ന് ലഭ്യമാക്കാനുണ്ട്. അത് ഗവൺമെന്റ് ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ദുരിതത്തിലായിരിക്കുന്നത്. ഒരു അധ്യാപകൻ എന്നോട് നേരിട്ട് പറഞ്ഞാണ്, അച്ഛാ, ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കൂലിപ്പണിയും കൂടെ എടുത്താലേ ഞങ്ങളുടെ കുടുംബം പുലർത്താൻ സാധിക്കുന്നുള്ളൂ. പലർക്കും ബഹുദൂരം യാത്ര ചെയ്ത് വേണം സ്കൂളിലെത്താൻ. അതിനുള്ള വണ്ടിക്കാശ് പോലും ഞങ്ങൾ സ്വന്തം കൈകളിൽ നിന്ന് എടുക്കണം. അതൊക്കെ ശരിയാണോ, നീതിയാണോ? എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതൊക്കെ കാണുന്നില്ല? ഇത് പറയുമ്പോൾ ധാർഷ്ട്യത്തോടെയുള്ള മറുപടികളും നിലപാടുകളും ഗവൺമെന്റ് സ്വീകരിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താനുള്ള ശ്രമം, അതൊന്നും ഒരു മന്ത്രിക്കോ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർക്കോ യോജിച്ചതല്ല എന്ന് സ്നേഹബുദ്ധിയ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ളൂ. തീർച്ചയായിട്ടും അച്ഛാ, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു വിഷയം, ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സമരങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പല സമരങ്ങളും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു എന്താ പറയുക, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ക്രൈസ്തവ സഭകളെയും അതോടൊപ്പം തന്നെ മെത്രാന്മാരെയും മോശമായ രീതിയിൽ തന്നെ പറയുന്ന രീതിയിലേക്ക് ഒരു വാഗ്വാദങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വരെ അറിഞ്ഞത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ മന്ത്രി കണ്ടു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ആ സംസാരിച്ച കാര്യങ്ങൾ, അതായത് സഭയ്ക്കെതിരെ കേരളത്തിലെ ഇത്രമാത്രം വിദ്യാഭ്യാസ മേഖലകളിൽ മുന്നേറ്റം കൊണ്ടുവന്ന ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒരു യുദ്ധത്തിനെന്ന രീതിയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നിട്ടിറങ്ങിയത്, അത് എത്രത്തോളം ഈ ഒരു കാലത്ത് ക്രൈസ്തവരുടെ മനസ്സിലും അല്ലെങ്കിൽ സഭയുടെ മനസ്സിലും വലിയൊരു മുറിവുണ്ടാക്കി? തീർച്ചയായും അത് വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങൾ പറയുന്നവരെ ഇങ്ങനെ വലിയ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് മോശമായി സംസാരിച്ചുകൊണ്ട് അവരെ ഇകഴ്ത്തി കാണിക്കുന്നത്? അതൊന്നും ഒരു ശരിയായ രീതിയാണ്. ഗവൺമെന്റ് തെറ്റ് ചെയ്താൽ നമ്മൾ ഗവൺമെന്റ് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, അല്ല ഗവൺമെന്റിനെ നമ്മൾ ഇകഴ്ത്തി കാണിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ തുറന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സംസാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് ശരിയല്ല നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ നമ്മൾ ഒരിക്കലും മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ പ്രകോപനകരമായ സംസാരമുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിവരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു രീതി നമുക്കുള്ളതല്ല. കുലീനമായി സംസ്കാരപരമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വേറൊരാളുടെ കാര്യം നമ്മളൊരു ചില മാധ്യമങ്ങളൊക്കെ പറയുന്നതിനെ വേറെ തരത്തിൽ അതൊരു എന്താ പറയണ്ടേ വിവാദമാക്കാൻ പരിശ്രമിക്കാറുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ അതേ വാക്കുകൾ എടുത്ത് വേണം വിശകലനം ചെയ്യാൻ. ചില താരതമ്യങ്ങൾ ചെയ്യുമ്പോൾ അത് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാതെ പ്രതികരിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ ഞങ്ങൾ മറ്റുള്ളവരോട് വളരെ മാന്യമായിട്ടാണ് ഇടപെടാറുള്ളത്. അവർ ചെയ്യുന്നത് പോലെ അല്ല ഞങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എങ്കിലും പരസ്പര ബഹുമാനവും ആദരവും പുലർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുവാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് എന്നതും മറക്കരുത്. തീർച്ചയായിട്ടും അവസാനമായിട്ട് അച്ഛാ, ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഈ ഒരു ജനകീയ മുന്നേറ്റ യാത്ര അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്കുള്ള ഒരു ശക്തമായ താക്കീതാണോ, മറ്റ് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കുമുള്ള ഒരു താക്കീതാണോ? അങ്ങനെയെങ്കിൽ ആരെയാണ് നമ്മൾ ആരെങ്കിലും പിന്തുണയ്ക്കുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കുമെന്നാണോ അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്?
തീർച്ചയായും വളരെ ശക്തമായ ഒരു താക്കീത് തന്നെയാണ്. നമ്മുടെ ആളുകളെയും പൊതുസമൂഹത്തെയും നമ്മൾ ബോധവൽക്കരിക്കാൻ പരിശ്രമിക്കുക. ഭരിക്കുന്നവര് ഭരിക്കപ്പെടുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ അതവർക്ക് ദോഷകരമാണ് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. അതേപോലെ ഇനി ഭരിക്കാനിരിക്കുന്നത് ആരാണെങ്കിലും അവർക്കും ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയേണ്ടത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ല, കത്തോലിക്ക കോൺഗ്രസ് അത് ഉദ്ദേശിക്കുന്നില്ല. ഓരോ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ നാട്ടിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ ഇന്ന ഇന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ തുറന്നു പറയും. അത് ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടാകുന്ന അവഗണനയാണെങ്കിൽ അത് ഞങ്ങൾ തുറന്നു പറയും. അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി ഭരിക്കാൻ വരികയാണെങ്കിൽ അവർക്കും ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ജനങ്ങളെ കേട്ട് ജനങ്ങളുടെ നന്മയ്ക്കനുസരിച്ച് ഭരിക്കണമെന്നുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും പറയുകയില്ല. അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ എന്ത് നടക്കുന്നുവെന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ തുറന്നു പറയും. ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റിന്റെ കാര്യം എപ്പോഴും കത്തോലിക്ക കോൺഗ്രസ് പറയാറുള്ളതാണ്. അതായത് ഒരു നാട്ടിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ വോട്ട് വരുന്ന സമയത്ത് ആ ആൾ എന്തൊക്കെ നന്മ ഈ നാടിന് വേണ്ടി ചെയ്തു, എന്തൊക്കെ ചെയ്യാമായിരുന്നു, എന്തൊക്കെ അവഗണിച്ചു, അത് കൃത്യമായും ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റ് ഞങ്ങൾ നടത്തും. അതുപോലെ ഭരണത്തിലുള്ള ആളല്ല, ഇനി ഭരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ കാൻഡിഡേറ്റ് എന്തൊക്കെ ചെയ്യുമെന്നാണ് നമുക്ക് വാഗ്ദാനം തരുന്നത്. ജനോപകാരപ്രദമായ ഏതൊക്കെ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട്, കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന് എന്തുമാത്രം ഈ ഒരു ട്രാക്കിൽ അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ തുറന്നു പറയും. അത് പറയുമ്പോൾ ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെ വന്നാലേ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം വളരുകയുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേരള രാജ്യത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഇത് ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങി രാവിലെയോ വൈകിട്ടോ സമാധാനത്തോടെ നടക്കാൻ പറ്റുമോ? തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏത് സമയവും എവിടെയും ആർക്കെതിരെയും ഉണ്ടാകാം. വലിയ അകമ്പടിയോടെ സ്റ്റേറ്റുകാരിൽ പോകുന്നവർക്കൊന്നും ആ ബുദ്ധിമുട്ട് മനസ്സിലാകുകയല്ലായിരിക്കും. പക്ഷേ സാധാരണക്കാരായ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് തെരുവ് നായ്ക്കളുടെ അക്രമം ഏൽക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്, നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനെതിരെ കണ്ണടയ്ക്കുന്നു? അതിന് പിന്നിൽ വല്ല വാക്സിൻ മാഫിയയുടെ സ്വാധീനമുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഈ നമ്മുടെ തെരുവോരങ്ങൾ എന്തുമാത്രം വൃത്തിഹീനമാണ്. ഇവിടെ ഈ മാലിന്യങ്ങൾ അകറ്റാൻ ഒരു കൃത്യമായ നടപടി ഗവൺമെന്റ് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഗവൺമെന്റിന് ഇച്ഛാശക്തി കൊണ്ട് ഇതൊക്കെ നടക്കും. അതിനുള്ള പൈസ നമ്മളോട് വാങ്ങുന്നുണ്ട്, നികുതി നമ്മളോട് വാങ്ങുന്നുണ്ട്. നമ്മുടെ റോഡുകൾ എന്തുമാത്രം താറുമാറാണ്. നടുവൊടിയാതെ ഇന്ന് കോട്ടയം വരെയോ തിരുവനന്തപുരം വരെയോ റോഡ് മാർഗം പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് ടോൾ മേടിക്കുകയല്ലേ? ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ പാലിയേക്കരയിലെ ടോൾ തൽക്കാലം നിർത്തിവെച്ചത്. ഒരു സൗകര്യവും നമുക്ക് ചെയ്തു തരാതെ നമ്മോട് സാധാരണക്കാരായ ജനങ്ങളോട് കരം ഈടാക്കുന്ന രീതി അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. നമ്മൾ കൊടുക്കുന്ന പണത്തിന് ആനുപാതികമായ സേവനം നമുക്ക് അർഹതയുള്ളതാണ്. തീർച്ചയായിട്ടും അച്ഛാ, നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉടനീളം എനിക്ക് തോന്നുന്നു അച്ഛൻ ആദ്യം മുതൽ പറഞ്ഞതും അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഒരു ജനകീയ ആവശ്യങ്ങൾ വെച്ചുള്ള യാത്ര നോക്കുമ്പോൾ 9 വർഷം ഒരു ഭരിച്ച സർക്കാരിൻ്റെ ആ ഒരു പ്രോഗ്രസ് കാർഡിൽ ചുമന്ന മഷി കൊണ്ട് എഴുതേണ്ട ഒരു പരാജയത്തിൻ്റെ മാർക്ക് തന്നെ ആയിരിക്കില്ലേ ഈ ഒരു അവകാശ സംരക്ഷണം, അതോടൊപ്പം തന്നെ ഈ ഒരു റാലി തിരുവനന്തപുരത്ത് എത്തിച്ചെല്ലുമ്പോൾ? ഈ ഒരു ചോദ്യം ഞാൻ ജനങ്ങൾക്ക് വിടുകയാണ്. ഓരോ പൗരനും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ച് അവർക്ക് യുക്തമായ തീരുമാനമെടുക്കാം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങളെ വളരെ കൃത്യമായും ആധികാരികമായും വ്യക്തമായും അവതരിപ്പിക്കും. തീരുമാനമെടുക്കേണ്ടത് ഓരോ പൗരനുമാണ്. ഒരു കാര്യം കൂടി വെച്ചാൽ, എന്തായിരിക്കും ഭാവി പരിപാടികൾ? 24-ാം തീയതി ഈ ഒരു യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചതിന് ശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നീട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാവി പരിപാടികൾ എന്തായിരിക്കും? അങ്ങനെ വന്നാൽ കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായ നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരും. കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ
നേതാക്കന്മാരെയും കണ്ട് ഒരു ക്രൈസ്തവ ഐക്യം ഞങ്ങൾ രൂപപ്പെടുത്തിയത്. ഈ ക്രൈസ്തവ ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ വിധി നിർണായകമാണ്. കേരളത്തിൽ ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് തോൽക്കും എന്നുള്ളതൊക്കെ നിർണ്ണയിക്കാൻ പോലും സാധിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് അത് വളർന്നു വരും. ഈ കൂട്ടായ്മയെ മറ്റുള്ളവരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവരും അതിനോട് ചേർന്ന് നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അച്ഛാ, ഒരു സംഘടിത ശക്തിയായിട്ട് നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, കാരണം സീറോ മലബാർ സഭയുടെ സാമുദായിക സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് എങ്കിലും കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു അവകാശ സംരക്ഷണ റാലിയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം അതൊരു സീറോ മലബാർ വിശ്വാസിയെ അല്ലെങ്കിൽ ആ സമുദായ വിശ്വാസിയെ സംബന്ധിക്കുന്ന വിഷയം മാത്രമല്ല, അത് കേരളത്തിലെ ലത്തീൻ സമുദായത്തിലെ ആയാലും മലങ്കര ആയാലും ഇനി ഇതര കത്തോലിക്ക സഭകളിൽപ്പെട്ട ആളുകളെ പോലും ബാധിക്കുന്ന പല വിഷയങ്ങളിലുമാണ് കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു അവകാശ സംരക്ഷണ റാലി നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു റാലി നടത്തുമ്പോൾ അതിനുശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെ മൊത്തത്തിൽ ഒരു സംഘടിത ശക്തിയായിട്ട് മാറ്റാൻ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ സംഘടിത ശക്തിയായി അവർക്ക് നിലകൊള്ളാൻ സാധിക്കും ഇല്ലേ? തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് അതിന് നേതൃത്വം എടുക്കും. ഇപ്പോൾ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ദിവസം ഈ വിദ്യാഭ്യാസത്തിന്റെ വിഷയങ്ങൾ വന്നപ്പോൾ മറ്റ് സഭാപിതാക്കന്മാർ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നിങ്ങളൊക്കെ കണ്ടതല്ലേ. ഞാൻ തന്നെ എറണാകുളത്ത് വെച്ച് ഒരു അഭിമുഖം കൊടുത്തു. അതിനോട് ചേർന്ന് മറ്റ് സഭാപിതാക്കന്മാർ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ് ഇതിനൊരു നേതൃത്വം ഏറ്റെടുത്ത് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുമ്പോഴും കത്തോലിക്ക കോൺഗ്രസിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ നാട്ടിലുള്ള സർവർക്കും ഉന്നമനം ഉണ്ടാകണമെന്ന് തന്നെയാണ്. രാഷ്ട്രീയക്കാര്, ഭരിക്കുന്ന ആളുകൾ അത് തമസ്കരിക്കുമ്പോൾ അതിനെതിരെ ശക്തിയുക്തം ഉണർന്നെണീറ്റ് സാധാരണക്കാരന് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് ഈ നാട്ടിലുണ്ടാകും. കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ സമുദായ നേതാക്കൾ ഇനി മുതൽ ഈ കാര്യങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ നടത്തും. നമുക്ക് 10,000-2000 യൂണിറ്റുകളിലായിട്ട് വളരെ ശക്തമായ നേതൃനിര രൂപപ്പെട്ടു കഴിഞ്ഞു. എല്ലാ രൂപതകളിലും കത്തോലിക്ക കോൺഗ്രസ് ശില്പശാലകൾ വളരെ വിജയകരമായിട്ട് നടത്തി. ഈ ശില്പശാലകളിൽ ഈ ജനകീയ വിഷയങ്ങൾ നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്തു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നമ്മൾ ഇനി മുതൽ ഇടപെടണമെന്ന് തന്നെയാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ നമുക്ക് അനുഭവിക്കുന്ന, സാധാരണക്കാരനായ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടുത്തെ ആളുകൾ അത് അനുഭവിക്കുന്നതാണ്. എന്തുമാത്രം കെടുകാര്യസ്ഥതയും ഒരു ഓഫീസിൽ പോയ ഒരു അനുവാദം കിട്ടണം, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയവർ നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? നമ്മളുടെ പണം വാങ്ങി അധികാര കസേരയിൽ സുഖശീതളമേൽ ഇരിക്കാൻ വേണ്ടിയല്ല നമ്മൾ MLA-മാരെയും MP-മാരെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കുന്നത്. അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അനേകം നല്ല ജനസേവകരുണ്ട്, ഞാനത് മറക്കുന്നില്ല. പക്ഷേ ചിലരൊക്കെ തങ്ങളുടെ ഉത്തരവാദിത്വം മറക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയും. ഒരുപാട് നന്ദി. ഈ ഒരു അവകാശ സംരക്ഷണ ജാഥയുടെ സന്ദേശവും ലക്ഷ്യവുമെല്ലാം അച്ഛൻ വളരെ കൃത്യമായി നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. ഒപ്പം ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഒരു അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുകയാണ്. ഒരുപാട് നന്ദി അച്ഛ. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി.